വിനായകൻ ഈസ് മെയിൻ സ്ട്രീം. അദ്ദേഹം ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രജനീകാന്ത് പോലെയുള്ള നടന്മാരുടെ ഓപ്പോസിറ്റ് റോൾ ചെയ്യുന്നയാളാണ്. അത്രത്തോളം സ്വീകാര്യതയുള്ള ആളാണ്. ഇൻഡസ്ട്രികളിലെല്ലാം തന്നെ സ്വീകാര്യതയുള്ള ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെ, അതിന്റെ മോശമായിട്ടുള്ള കാര്യങ്ങളെ ന്യായീകരിക്കാൻ വരുന്ന ആൾക്കാർ ഈ പരിപാടി നിർത്തിയത് എവിടെയാണെന്നറിയോ? അദ്ദേഹം വീടിന്റെ മുകളിൽ വെച്ചിട്ട് ആരെയോ മുണ്ട് നോക്കി കാണിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു പരാതി വന്നപ്പോ അതിനെ കമന്ന് കിടന്നാലും നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ഇത് കുറെ കാലമായി നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായിട്ടിരിക്കുകയും ഇപ്പോഴും ഇന്ത്യയിൽ കഞ്ചാവ് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു, വിപുലമായി പ്രചരിപ്പിക്കപ്പെടുന്നു, ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഞാൻ സൂചിപ്പിക്കാറിയുന്നത്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് കൃതയുഗത്തിലോ ത്രേതായുഗത്തിലോ ദ്വാപര യുഗത്തിലോ ഒന്നുമല്ല. നമ്മൾ താമസിക്കുന്നത് വർഷം 2025 പറഞ്ഞു. കൃതയുഗത്തിലെയോ ദ്വാപര യുഗത്തിലെയോ ത്രേതായുഗത്തിലെയോ നിയമങ്ങൾ അനുസരിച്ചല്ല, മറിച്ച് ഈ കലിയുഗത്തിൽ ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ നിയമങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുക്കുന്നു. പ്രത്യേകിച്ച് ജാതിയോ മതമോ നിറമോ വംശമോ നിങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായമോ ഒന്നും നോക്കിയതിനു ശേഷമല്ല കലിയുഗത്തിലുള്ള നമ്മുടെ നിയമങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത്. ഇന്നു മുതലാണ് ഈ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലഹരി വേട്ട എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ലഹരി ഉപയോഗിക്കുന്ന ആളിനെ കസ്റ്റഡിയിൽ എടുക്കുകയോ പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് വേട്ടയാടലാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ജാതി തിരിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, ജാതി കാർഡ് ഇറക്കുന്നു, വീണ്ടും നിറത്തിന്റെയും വംശത്തിന്റെയും ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ ആൾക്കാരൊക്കെ ഇവിടെ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്നറിയോ? സബ്സ്റ്റൻസ് അബ്യൂസിനെയാണ്. ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വന്നാൽ നോക്കൂ, ഇവിടെ ഇന്നലെ മുതൽ നടക്കുന്ന ഒരു കാര്യമാണ്. നടൻ മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് ആനക്കൊമ്പ് കണ്ടെത്തിയല്ലോ. അപ്പൊ അദ്ദേഹത്തിനെ എന്തുകൊണ്ട് നിങ്ങൾ കസ്റ്റഡിയിലെത്തില്ല? അതും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ വയലേഷൻ അല്ലേ? അപ്പൊ അദ്ദേഹം വെളുത്ത നിറക്കാരനായതുകൊണ്ടോ വരേണ്യവർഗ്ഗക്കാരനായതുകൊണ്ടോ സർക്കാരിന് കൂടുതൽ വേണ്ടപ്പെട്ടയാളായതുകൊണ്ടോ പൊതുസമൂഹത്തിൽ കൂടുതൽ സ്വാധീനമുള്ളയാളായതുകൊണ്ടോ ആണോ അദ്ദേഹത്തിന് ആ ഒരു പ്രിവിലേജ് കിട്ടിയതും വേടൻ അത് കിട്ടാതെ വന്നതും എന്നൊരു ചോദ്യം ആൾക്കാർ പറയുന്നുണ്ട്. ഇതിന്റെ നിയമവശമോ ഈ വിഷയം എന്താണോ എന്ന് കൃത്യമായി അറിയാത്ത ആൾക്കാരാണ് പറയുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇത് ഒന്നിലൊരു ആനയാണ്, രണ്ടാമത്തേതിൽ ഒരു പുലിയാണ്. ഈ ആന എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാവുന്ന ഒരു ജീവിയാണ്, അതിന് സാധ്യതയില്ലാത്ത ഒരു ജീവിയാണ് ഇപ്പുറത്ത് നിൽക്കുന്ന പുലി. ഒന്ന് ആനയുടെ കൊമ്പാണ്. ഈ ചെരിഞ്ഞ ആനയുടെ കൊമ്പ് നിയമപരമായി കൈവശം വെക്കാം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നിയമം. എന്നാൽ പുലിയുമായി ബന്ധപ്പെട്ട് പുലിയെ ഹണ്ട് ചെയ്യുക എന്ന രീതിയിലാണ് ഉപയോഗിക്കുക. ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നതല്ല. പുലിക്ക് ഒരു ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇല്ല, മറിച്ച് ആനയെ സംബന്ധിച്ചിടത്തോളം ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. മോഹൻലാലിന്റെ വീട്ടിലും മറ്റൊരു പരിശോധന നടക്കുന്ന സമയത്താണ് അവിടെ വെച്ച് ഈ ആനക്കൊമ്പ് കാണുന്നത്. അപ്പൊ ആനക്കൊമ്പ്, ഇത് വർഷം 2011. അപ്പൊ അങ്ങനെ ഈ ആനക്കൊമ്പ് കാണുന്നു. ആ ആനക്കൊമ്പ് അവർ കസ്റ്റഡിയിൽ എടുക്കുന്നു. ആ സമയത്ത് മോഹൻലാൽ അവിടെ ഇല്ല. പക്ഷെ അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം ചെയ്തിരുന്ന ആദ്യത്തെ കാര്യം ഈ ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള നിയമവ്യവസ്ഥകൾ എന്തൊക്കെയാണ്, അതിന്റെ രേഖകൾ എന്താണ് എന്ന് അദ്ദേഹം ഈ രേഖാമൂലം അധികൃതരെ, പ്രത്യേകിച്ച് വിവിധ വകുപ്പുകളെ, പിന്നീട് ഇന്ത്യയിലെ തന്നെ പല ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ അറിയിക്കുകയാണ് ചെയ്തത്. അതായത് കൃഷ്ണകുമാർ എന്ന പേരിലുള്ള ഒരു വ്യക്തിയുടെ സ്വന്തം ആന, കൃഷ്ണൻകുട്ടി എന്നോ മറ്റോ ആണ് ആ ആനയുടെ പേരുണ്ടായിരുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചരിഞ്ഞ ആനയാണ്. അപ്പൊ ഈ കൃഷ്ണകുമാർ എന്ന വ്യക്തിക്ക് കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആനയുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട രേഖകളുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അത് ചെരിഞ്ഞതാണ് എന്നതിന്റെ രേഖയുണ്ട്. ഉടമസ്ഥൻ ഇദ്ദേഹം തന്നെ ആയതുകൊണ്ട് ഈ കൊമ്പിന്റെ ഉടമസ്ഥാവകാശം അദ്ദേഹത്തിന് തന്നെയാണ് എന്നതിന്റെ രേഖയുണ്ട്. ഈ രേഖകളെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഈ ഉടമസ്ഥൻ എന്താ ചെയ്തത്, ഈ കൃഷ്ണകുമാർ എന്താ ചെയ്തത്, മോഹൻലാലിന് അതൊരു ഗിഫ്റ്റ് പോലെ കൊടുത്തതാണ്. അപ്പൊ ഇത് കൈവശം സൂക്ഷിക്കാനുള്ള അവകാശം കൃഷ്ണകുമാറിനുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം തന്നെ മോഹൻലാൽ ഹാജരാക്കുന്നു. അത് കിട്ടിയതിന് ശേഷം ഈ അധികൃതർ എന്താ ചെയ്തതെന്നറിയില്ലേ? അധികൃതർ പറഞ്ഞത് മോഹൻലാൽ ഇത് കൊണ്ടുപോയിക്കോളാനാ പറഞ്ഞത്. അതായത് ഇതിന് നിയമപരമായിട്ട് ഈ എടുത്തിരിക്കുന്ന സാധനം ആയതുകൊണ്ട്, വ്യവഹാര നടപടി തീരാത്തതായതുകൊണ്ട് അതിനൊരു ഫീ ഉണ്ട്. അത് അടച്ചതിന് ശേഷം ഈ ആനക്കൊമ്പ് കൊണ്ടുപോകാൻ പറഞ്ഞു. അല്ലാതെ അവരത് പിടിച്ചവരുടെ കയ്യിൽ വെച്ചിരിക്കുകയല്ല. അപ്പൊ അത് അങ്ങനെ അവർക്ക് തിരിച്ചു നൽകി. പിന്നീട് ഈ കൈവശാവകാശം അദ്ദേഹം സ്ഥാപിച്ചെടുക്കുന്നത് 2016. അതായത് ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം പണം വാങ്ങിയിട്ടല്ലാതെ മോഹൻലാലിന് ഇത് സമ്മാനമായി നൽകുകയാണ് എന്നതുമായി ബന്ധപ്പെട്ട ആ ലീഗൽ പ്രൊസീജിയർ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഇതിന്റെ കൈവശാവകാശം 2016 നിയമപരമായിട്ട് മോഹൻലാലിന് വന്നു. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ഇതോടുകൂടി ഇതിന്റെ ഹിസ്റ്ററി പൂർണ്ണമായി. അതായത് ആനയുടെ ഉടമസ്ഥാവകാശം, അത് ചരിഞ്ഞു എന്നുള്ള വിവരം, കൊമ്പിന്റെ അവകാശം, കൈവശാവകാശ കൈമാറ്റം, ഇതെല്ലാം നിയമപരമായതുകൊണ്ട് തന്നെ പിന്നെ ആ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നിയിട്ട് സംസ്ഥാന സർക്കാർ തന്നെ ആ കേസ് ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ ആ സമയത്ത് രണ്ടാൾക്കാരുടെ പരാതി ഉണ്ടാകുന്നു. പിന്നീട് ഒരു പൊതുതാൽപര്യ ഹർജി ഉണ്ടാകുന്നു. അപ്പൊ അത് കേട്ട സമയത്ത് പെരുമ്പാവൂരിലും മറ്റുള്ള കോടതിയാണ് പറയുന്നത് സർക്കാർ ഇതിൽ നിന്ന് പിന്മാറാൻ പാടില്ല എന്ന്.
അപ്പൊ അതിന് വീണ്ടും ആ കേസ് ഹൈക്കോടതിയിൽ വരുന്നു. ഹൈക്കോടതി എന്ത് ചെയ്തു? അതിനെ സ്റ്റേ ചെയ്തു. ഇപ്പോഴും ഈ പ്രൊസീജിയർ എല്ലാം തന്നെ സ്റ്റേ ചെയ്ത് അവിടെ നിൽക്കുകയാണ്. ഇത് ഈ കാര്യത്തിനെ എടുത്തതിന് ശേഷമാണ് പുലിയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം, പുലിയുടെ കൈവശാവകാശം നമുക്കുണ്ടോ, പുലിയുമായി ബന്ധപ്പെട്ട ഓണർഷിപ്പ് ഉണ്ടോ, ഈ പുലി എങ്ങനെയാണ് ചത്തിരിക്കുന്നത്, അതിനെ ഹണ്ട് ചെയ്തിരിക്കുന്നതാണോ അല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട രേഖകളുണ്ടോ, ഇതൊന്നും ഇല്ലാന്നേ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ നിയമപരമായി നിങ്ങൾക്ക് പ്രോസസ് ചെയ്യാവുന്ന രേഖകളുള്ള ഒരു കാര്യവുമായി ബന്ധപ്പെടുത്തി കമ്പയർ ചെയ്തിട്ട് ആൾക്കാർ ഇവിടെ പറയുന്നത് എന്താണ്? വീണ്ടും ജാതിക്കാരുടെ, ഇല്ലെങ്കിൽ മോഹൻലാൽ ഇവിടെ നിന്നു, ഇത് ജാതിക്കാരുടെയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇപ്പൊ നേരത്തെ ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന വേടനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വേടൻ പാർശ്വവൽക്കരിക്കപ്പെട്ടയാണോ മെയിൻ സ്ട്രീം ആണോ? വേടൻ മെയിൻ സ്ട്രീം ആണ്. അദ്ദേഹത്തിന് നിരവധി വേദികൾ കിട്ടുന്നതാണ്, ഇന്ത്യയിലും പുറത്തും കിട്ടുന്നതാണ്, യുവാക്കളുടെ ഇടയിലും മറ്റുള്ള ആൾക്കാരുടെ ഇടയിലും വലിയ സ്വാധീനമുള്ളയാളാണ്, മാധ്യമങ്ങൾ കവർ ചെയ്യുന്നയാളാണ്, സോഷ്യൽ മീഡിയയിൽ എല്ലാ വിഭാഗം, നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ മാത്രമല്ല പല വിഭാഗത്തിലുള്ള, അതും പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ജാതി വിഭാഗമല്ല, പല വിഭാഗത്തിലുള്ള ആരാധകരുള്ള വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടുള്ള ഒരാൾ മെയിൻ സ്ട്രീമാണ്. ആ ആള് തന്നെ സമ്മതിക്കുന്നു, ഞാനിത് ഉപയോഗിച്ചു, ഇതിൽ ഗൂഢാലോചനയില്ല, ഞാൻ വെള്ളമടിക്കുന്നയാളാണ്, ഞാൻ വലിക്കുന്നയാളാണ്, കഞ്ചാവ് വലിക്കുന്നയാളാണ്. ഇത് പറയുമ്പോഴും അയാൾക്കില്ലാത്ത പ്രശ്നം വെച്ചുകൊണ്ട് മറ്റു ചില ആൾക്കാർ ഇയാളുടെ സംരക്ഷകനാകുക. ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു പരിപാടി നിങ്ങൾ എന്ന് നിർത്തും? നിങ്ങൾ എന്ന് നിർത്തും? മുമ്പ് വിനായകനെ കുറിച്ചായിരുന്നു. വിനായകന്റെ മോശമായിട്ടുള്ള പ്രസ്താവനകളോ മോശമായിട്ടുള്ള ബിഹേവിയറുകളോ ചർച്ചയാകുന്ന സമയത്തെല്ലാം തന്നെ കുറേയധികം ആൾക്കാർ വന്നതിന് ശേഷം ആ വിനായകൻ ഇങ്ങനെയാണ്, പ്രിവിലേജ്ഡ് അല്ല, മറ്റേതാണ്, മറിച്ചതാണ് എന്ന രീതിയിലേക്ക് പറയും. വിനായകൻ ഈസ് മെയിൻ സ്ട്രീം. അദ്ദേഹം ഇന്ത്യയിലുള്ള, അല്ലെ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രജനീകാന്ത് പോലെയുള്ള നടന്മാരുടെ ഓപ്പോസിറ്റ് റോൾ ചെയ്യുന്നയാളാണ്. അത്രത്തോളം സ്വീകാര്യതയുള്ള ആളാണ്, ഇൻഡസ്ട്രികളിലെല്ലാം തന്നെ സ്വീകാര്യതയുള്ള ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെ, അതിന്റെ മോശമായിട്ടുള്ള കാര്യങ്ങളെ ന്യായീകരിക്കാൻ വരുന്ന ആൾക്കാർ ഈ പരിപാടി നിർത്തിയത് എവിടെയാണെന്നറിയോ? അദ്ദേഹം വീടിന്റെ മുകളിൽ വെച്ചിട്ട് ആരെയോ മുണ്ടുപൊക്കി കാണിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു പരാതി വന്നപ്പോ അതിനെ കമന്ന് കിടന്നാലും നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ കമ്മിറ്റില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു എന്നെ തൊഴിൽ പോയില്ലേ? നിങ്ങൾ പറയുന്നത് എന്താ? ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ദളിതരായിട്ടുള്ള ആൾക്കാർ എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾ ദളിത് വിഭാഗത്തിനെ അപമാനിക്കുകയാണ്. ഞാൻ പറയുന്നത്, മറ്റെല്ലാ ആൾക്കാരെയും പോലെ ചിന്തിക്കാൻ കഴിവുള്ള, മറ്റെല്ലാ ആൾക്കാരെയും പോലെ സംസാരിക്കാൻ കഴിവുള്ള, അതിനുള്ള സോഷ്യൽ സെൻസ് ഉള്ള, ഉന്നതമായ ബുദ്ധിയും മേധയുമുള്ള ആൾക്കാർ തന്നെയാണ് വിഭാഗത്തിലുള്ളത്. 100% ഞാൻ യോജിക്കുന്നു. അതല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് വിക്ടിം കാർഡ്, ജാതി കാർഡ്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ഉദ്ദേശമാണ് നേടാൻ പോകുന്നത്? ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കാം. ഈ പ്രൊസീജിയർ വേടൻ നേരിട്ടിരിക്കുന്ന വിവേചനം എന്താണ്? എന്ത് തരത്തിലുള്ള വിവേചനമാണ് നിയമപരമായിട്ടാണെങ്കിലും സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും വേടൻ നേരിട്ടിരിക്കുന്ന വിവേചനം എന്താണെന്ന് നിങ്ങൾ പറയൂ. ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കാം. അതില്ലാതെ ചുമ്മാ കണകുണാന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കാര്യവും ഇവിടെ നിന്ന് ഇതിലും വലുത് കേൾക്കേണ്ടി വരുമ്പോ എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.